സുനിഷയാണ് നമ്മുടെ അപ്പീലുകൾ നോക്കുന്നത് അല്ലേ? സുനിഷ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും? അതായത് ഓരോരുത്തരും അങ്ങ് എ ഗ്രേഡ് നേടിക്കൊണ്ട് വരികയാണ്, അതിനനുസരിച്ച് അപ്പീലും കൂടിയിട്ടുണ്ടാവും അല്ലേ? സാധാരണ രീതിയിലെ അപ്പീലുകളുടെ ഒരു മഹാപ്രളയമാകാറുണ്ടായിരുന്നല്ലോ എല്ലാ കലോത്സവവും. ഇന്നും അതേ രീതിയിൽ തന്നെ എന്ന് പറയാം. ഈ 217 അപ്പീലുകളാണ് ഈ സംസ്ഥാന കലോത്സവത്തിൽ ഇന്നലെ മാത്രം വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ 217 അപ്പീലുകളിൽ 163 വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വഴി വന്നതാണ്. കോടതി വഴി 76 അപ്പീൽ എത്തിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ 148 ഒന്നും പറഞ്ഞിരുന്നില്ല, നേരത്തെ പറഞ്ഞത് 120 ഒക്കെ ആയിരുന്നു. അതായത് ഈ പോയിന്റ് നിലയൊന്ന് മാറി മറിയുമെന്ന് ചുരുക്കം. നിലവിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് 215 പോയിന്റുമായി കണ്ണൂർ ഒന്നാമത്, 214 പോയിന്റുമായി തൃശൂർ, തൊട്ടു പിന്നിൽ കോഴിക്കോട്, ആലപ്പുഴ, അത് രണ്ടും അതിന്റെ തൊട്ടു പിന്നിലുണ്ട്. 249 ഇനങ്ങളിൽ 58 എണ്ണമേ പൂർത്തിയായിട്ടുള്ളൂ. അപ്പൊ റഹീസിന്റെ പ്രകടനം വരുന്ന സമയമായിട്ടില്ല കേട്ടോ. കോഴിക്കോട് പറഞ്ഞ് ആഗ്രഹിക്കാം, ആശിക്കാം. ഇതിൽ കണ്ണൂരുകാർ എത്ര പേരുണ്ട്? പക്ഷെ ഇപ്പൊ ജില്ല പോലും പറയാറില്ല. മുന്നിലാണെന്നേ പറയൂ സുജ, മുന്നിൽ പറയൂ കണ്ണൂരായിരിക്കും അത്. അല്ല നമുക്കങ്ങനെ കോഴിക്കോട് ഉണ്ട്, പൂഴിക്കടകുണ്ട് കോഴിക്കോട്. അല്ല അങ്ങനെയല്ല, അതെ പൂഴിക്കടകൻ നമ്മൾ കാണും. എങ്ങനെയാണെന്ന് വെച്ചാൽ 8-ാം തീയതി വൈകുന്നേരം ഇവർ ഓടും അല്ലേ? നമ്മള് കോഴിക്കോട്ടുകാർ അവസാന നിമിഷം വരെ പൊരുതും. പക്ഷേ പടയിൽ തോറ്റാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താ പറയുക, തോൽവി വിജയത്തിന്റെ ആദ്യ പടി.